ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചാനൽ വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്നെ കുറേ ഫ്രണ്ട്സൊക്കെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടോ, മടി പിടിച്ചിരിക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുവേണ്ടേന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതങ്ങ് തുടങ്ങിക്കളയേക്കാം എന്നും പറഞ്ഞ് വീണ്ടും നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി, ഇത് ഈശ്വര പ്രാർത്ഥന ഒന്നും അല്ല കേട്ടോ, ഏതോ ഒരു വീഡിയോ ചുമ്മാ. അപ്പം ഡേ ഇൻ മൈ ലൈഫും അല്ല കേട്ടോ, കുറച്ച് ഭാഗങ്ങൾ മാത്രം. രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. എനിക്ക് കൊതിയായിട്ട് ഞാൻ പോയി ഭക്ഷണയിലേക്ക് എടുത്തിട്ട് വന്ന് കുമ്പളപ്പം ഒക്കെ ഉണ്ടാക്കി നല്ല ശർക്കരയൊക്കെ വെച്ചിട്ട് സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. അറിയാമല്ലോ നിങ്ങൾക്ക് ഭക്ഷണയിലയുടെ മണവും ആ ശർക്കരയുടെ ടേസ്റ്റും ഒക്കെ. അത് അമ്പോ പൊളിയായിരുന്നു. ഇത് അന്നൂസ് ഇവിടെ ഉള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് ആ കാണുന്നത്. ലല്ലു സ്കൂളിൽ പോയി. അന്നൂസിന് ചെവിക്ക് വേദനയായതുകൊണ്ടാണ് അന്നൂസ് പോകാണ്ടിരുന്നത്. സന്തു പണിക്ക് പോയിട്ടെങ്കിൽ തിരിച്ചു വന്നു. ഗൈസ്, പണിയില്ലായിരുന്നു. കഷ്ടം, എന്താ ചെയ്യുക അല്ലേ? നമുക്കിതൊക്കെ ശീലമായിപ്പോയി കേട്ടോ. 2 ദിവസം പണി ഉണ്ടെങ്കിൽ ബാക്കി 4 ദിവസം പണിയില്ല. നമ്മുടെ വിശേഷം ഇതൊക്കെ തന്നെയാണ് താനും. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. വിശേഷങ്ങളുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ മടിയുമായിരിക്കും. എന്താ ചെയ്യുക? അപ്പം ദൈവം നമ്മളെ നടത്തുന്നു. നമ്മൾ അത്ഭുതമായിട്ട് ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. അത്രയേ ഉള്ളൂ. പപ്പായ പഴുത്ത് താഴെ വീണിട്ടുണ്ടേ. മണ്ടയില്ല പപ്പായയ്ക്ക്. അപ്പം ഞാൻ അയ്യത്തേക്ക് വന്നതാണ്. എനിക്ക് അയ്യെന്ന് പറയുന്നതാണ് സേഫ്. കാരണം പറമ്പെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ വലിയ ആധികാരികമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കറിവേപ്പില എടുക്കാൻ വന്നതാണ് കേട്ടോ. ഫുഡ് പ്രിപ്പറേഷനൊന്നുമല്ല, എനിക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഈ കപ്പത്തോട്ടം കാണുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പഴയ കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോരല്ലോ, ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന ഫീല് വരത്തില്ല. അപ്പം എനിക്കാണെങ്കിൽ ഈ കപ്പത്തോട്ടം കാണുമ്പോൾ എനിക്ക് എൻ്റെ UP ക്ലാസ്സിൽ ഞാൻ 6, 7 പഠിക്കുന്ന സമയത്തൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മ വരും. കാരണം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ടാവും. ഒരു ചേച്ചിയുടെ വീട്ടിൽ ട്യൂഷന് വിട്ടു. എൻ്റെ അതേ ഏജിലുള്ള നമ്മുടെ അയൽപക്കത്തുള്ള കുറേ ആൾക്കാർ, ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരൊക്കെ. ഞങ്ങളൊക്കെ എന്ത് ചെയ്യുന്നറിയാം, ട്യൂഷൻ തുടങ്ങുന്ന സമയം തൊട്ട് ട്യൂഷൻ തീരുന്ന സമയം വരെ ആ കപ്പത്തോട്ടിലിരുന്ന് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമായിരുന്നു ഗൈസ്. ഇത് വലിയ നഗ്ന സത്യമൊന്നും അല്ല കേട്ടോ. വീട്ടിലൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ചറ പറ നടിയും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അറിഞ്ഞു എന്നോ, അന്ന് ഫോണൊന്നുമില്ല. അപ്പോൾ അന്നേരം ഒന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നെ ഇറുത്താമ്പുഴു കടിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് മാന്തിയിട്ടൊന്നും ചൊറിച്ചിൽ തീരുന്നില്ല. അവസാനം ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇത് കപ്പത്തോട്ടത്തിലാണെന്ന് അറിഞ്ഞത്. അങ്ങനെ വീട്ടിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അപ്പം വൈകുന്നേരമൊക്കെ ആയി ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സന്തും കൂടെ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണേ. ചുമ്മാ ഇത് എടുത്തിട്ട മണ്ണാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴിച്ചു വെക്കാമെന്ന് കരുതി. കാന്താരിക്കൊല്ല കണ്ടോ? ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണെന്ന് ഞാൻ പറയുന്നില്ല. മിക്ക വീടുകളിലും കാന്താരിക്കൊല്ല നട്ട് വളർത്തിയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെയൊക്കെ അവിടെ പത്തനംതിട്ട ജില്ലയിലൊന്നും അങ്ങനെ നട്ട് വളർത്താറൊന്നുമില്ല. പക്ഷികളൊക്കെ കാഷ്ടിച്ചിട്ട് പോകുന്നതിനകത്തൊന്നും ഇല്ല. ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. ഒരുത്തി പഠിക്കുകയാണ്, സെക്കൻഡ് ടൈം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ട് പഠിക്കണമെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്